ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നരച്ച മുടിയൊക്കെ മാറ്റി നല്ല ബ്ലാക്ക് കളറാക്കി എടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ മുടിയൊക്കെ നല്ല രീതിയിൽ വളർന്നു വരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. നമ്മുടെ നരച്ച മുടി വളർത്തിയെടുക്കുക മാത്രമല്ല, നമുക്ക് നരച്ച താടിയും മീശയും ഒക്കെ നമുക്ക് നല്ല ബ്ലാക്ക് കളറാക്കി എടുക്കാനും. ഒരുപാട് പേർക്ക് താടിയും മീശയൊക്കെ കുറച്ച് കട്ടി കുറവായിരിക്കും, തിന്നായിട്ടുള്ള താടിയും മീശയൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ മാറ്റി നല്ല കട്ടിയോടെയും നല്ല കറുപ്പോടെയും വളർത്തിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് പുരികം, മിക്കുള്ളവർക്കും പുരികം അധികം കട്ടി കുറവായിരിക്കും. അപ്പോൾ അവർക്ക് നല്ല കറുപ്പോടെ നല്ല കട്ടിയോടെ പുരികവും നമ്മുടെ കൺപീലിയൊക്കെ വളർത്തിയെടുക്കാനും പറ്റിയ നല്ലൊരു മെത്തേഡാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് മൈക്രോ ബ്ലേഡിങ്ങും ഐലാഷസൊക്കെ വെച്ച് പിടിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അതൊന്നും പറ്റണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള നാച്ചുറലായിട്ടുള്ള റെമഡീസ് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുരികവും അതുപോലെ തന്നെ നമ്മുടെ നരച്ച മുടി, താടി, മീശ ഇതൊക്കെ മാറ്റി നല്ല ബ്ലാക്ക് കളറാക്കി എടുക്കാൻ, അതുപോലെ നല്ല തിക്കായിട്ട് നല്ല കട്ടിയോടെ തന്നെ വളർത്തിയെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ അതിന് പറ്റിയൊരു മെത്തേഡാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇതുപോലൊരു പഴയ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കോട്ടിങ്ങൊക്കെ പോയതുകൊണ്ട് തന്നെ ഞാനിവിടെ കുക്കിംഗ് ചെയ്യാനൊന്നും ഇതെടുക്കുന്നില്ല. അപ്പോൾ നമുക്കിതുപോലുള്ള പഴയ പാത്രങ്ങളുണ്ടെങ്കിൽ ഇതെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ഗ്രാമ്പുമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത്. നിങ്ങളിത് കുറച്ച് കൂടുതൽ അളവിൽ ഇത് തയ്യാറാക്കി വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതുപോലെ തന്നെ ഞാനിവിടെ ചെറിയ ഗ്രാമ്പുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി വലിയ ഗ്രാമ്പു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഇത് തയ്യാറാക്കി കാണിക്കുന്നത്. നമുക്കിത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് സൂക്ഷിച്ച് വെച്ചേക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തവണ നമ്മളത് തയ്യാറാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കുക. അപ്പോൾ ഞാനിതിവിടെ നല്ലതുപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇതിവിടെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് കുറച്ച് ക്വാണ്ടിറ്റിയിലായതുകൊണ്ട് തന്നെ ഞാൻ മിക്സിയിലിട്ടല്ല പൊടിക്കുന്നത്, ഇതുപോലെ ഒരു ഇടികല്ലിലിട്ടിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. കാരണം നമ്മളിത് എത്ര ഒന്ന് പൊടിച്ചെടുത്താലും ആ ഒരു തരിയൊക്കെ അതിലുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ ആവണക്കെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തരുന്നത് ആവണക്കെണ്ണയാണ്. നമുക്ക് അധികം പൈസയൊന്നുമില്ല, നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും, ഓൺലൈനായിട്ടും വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ആവണക്കെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആവണക്കെണ്ണ ഒഴിച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൽമണ്ട് ഓയിൽ, ബദാം ഓയിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അത് നമുക്ക് മുടിയൊക്കെ നല്ല ബ്ലാക്ക് കളറാകാനും അതുപോലെ തന്നെ നന്നായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇത് ഇപ്പോൾ നമുക്ക് ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ ഇതുപോലെ ആവണക്കെണ്ണ ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് എണ്ണയാണോ നമ്മൾ തലയിൽ യൂസ് ചെയ്യുന്നത്, ഞാനിപ്പോൾ ഇവിടെ കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ കാച്ചി വെച്ചിട്ടുണ്ട്. ഇത് നല്ല റിസൾട്ട് തരുന്നതാണ് കേട്ടോ. നമ്മളെ മുടി നന്നായിട്ട് കറുപ്പാവാനും നല്ലപോലെ വളരാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കരിഞ്ജീരകത്തിൻ്റെ ഓയിലുണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടും ഇത് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പൊടി നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് കൈവച്ചിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, നല്ല ബ്ലാക്ക് കളറായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ അരിച്ചെടുത്തത് കൊണ്ട് തന്നെ അധികം തരിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനും വളരെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് നരച്ച മുടിയിലും താടിയിലും മീശയിലൊക്കെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നെയെങ്കിലും ഇത് നന്നായിട്ടൊന്ന് പുരട്ടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. നല്ല റിസൾട്ട് തന്നെ കിട്ടും. എന്നിട്ട് ഇത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി നമ്മൾ കൺപീലിയിൽ അതുപോലെ തന്നെ പുരികത്തിലൊക്കെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചെറിയ പഴയ നമ്മുടെ മസ്കാരയുടെ ബ്രഷോ അല്ലെങ്കിൽ ബഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് പുരികത്തിലും കൺപീലിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരുപാട് പുരികത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് വാരി തേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ.
വളരെ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അത് നമ്മൾ പകലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. രാവിലെയൊക്കെ യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ ചെറിയ വിരൽ വെച്ചിട്ട് നമ്മളതൊന്ന് ആ പുരികമൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. വെറുതെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും ചെറുതായിട്ടൊരു മസാജിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നല്ല ബ്ലാക്ക് കളറായിട്ട് വളർന്നു വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമുക്ക് ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നൊരു മെത്തേഡാണ്. ഇപ്പോൾ ഗ്രാമ്പുമൊക്കെ നമുക്ക് അധികം പൈസയൊന്നുമില്ല വാങ്ങാനായിട്ട്. അതുപോലെ തന്നെ ആവണക്കെണ്ണയും നമുക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ. പിന്നെ ആവണക്കെണ്ണ യൂസ് ചെയ്യാൻ പറ്റാത്തവർ ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കാച്ചിയ എണ്ണ, നമ്മൾ മുടി വളരാനൊക്കെ യൂസ് ചെയ്യുന്ന കാച്ചിയ എണ്ണ ഏതാണോ അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ നരയൊക്കെ മാറി അതുപോലെ തന്നെ അകാല നരയൊക്കെ തടയാനായിട്ടൊക്കെയുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചെറിയ കുട്ടിയൊക്കെ വരെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുരികമൊക്കെ നല്ല കട്ടിയോടെ വളരാനും നമ്മുടെ കൺപീലിയൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതൊക്കെ വളർന്നു വരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ചിലർക്ക് നമ്മുടെ മീശയൊക്കെ അധികം തിക്കായിട്ടൊന്നും ഉണ്ടാകത്തില്ല, ചെറിയ നൈസായിട്ടുള്ള മീശയൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ അതുപോലെ മീശയൊക്കെ പൊഴിഞ്ഞു പോകുന്ന അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് മീശയിലും താടിയിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു മെത്തേഡാണ്. ഇനി നിങ്ങൾക്ക് പുറത്ത് എവിടെയെങ്കിലും പോകുന്ന ഒരു സമയത്ത് പെട്ടെന്ന് നമ്മുടെ നെറ്റിയുടെ ഭാഗത്തൊക്കെ നരയുണ്ട് അല്ലെങ്കിൽ താടിയിലൊക്കെ നരയുണ്ടെന്നുണ്ടെങ്കിൽ ഈ പൊടി നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്നതിൽ കുറച്ച് അലോവേര ജെൽ എന്തെങ്കിലും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ നരയുള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പുറത്തൊക്കെ പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിലും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ നരച്ച മുടിയൊക്കെ മാറ്റി നല്ല ബ്ലാക്ക് കളറാക്കി എടുക്കാൻ, പെർമനൻ്റായിട്ട് നമുക്ക് ബ്ലാക്ക് കളറാക്കി എടുക്കാനും പറ്റും. തൽക്കാലത്തേക്ക് പെട്ടെന്ന് പുറത്തേക്കൊക്കെ പോകുന്ന സിറ്റുവേഷനിലും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പോകാനായിട്ടും പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ഗ്രാമ്പു നമ്മുടെ മുടി വളർച്ചയൊക്കെ നന്നായിട്ട് കൂട്ടാനും നല്ല ബ്ലാക്ക് കളറാക്കി എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് നമുക്ക് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡാണ്. അധിക സമയമൊന്നും നമുക്ക് വേണ്ട ഇത് തയ്യാറാക്കാനായിട്ട്. ഒരുപാട് നാളത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന, എന്നാൽ 100% നമുക്ക് ഫാസ്റ്റായിട്ട് റിസൾട്ട് തരുന്നൊരു മെത്തേഡാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്